17-ാമത്തെ അധ്യായം 10-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അപ്പൊ നിങ്ങൾ കണ്ടു നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ കഥാതന്തുവിലേക്ക് കടക്കുകയാണ് നമ്മൾ. അപ്പൊ ഇവിടെ ആ ശ്രീമദ് ഭാഗവതത്തിന്റെ കഥാതന്തു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ പരീക്ഷിത് മഹാരാജാവ് തന്റെ 7 ദിവസത്തെ ആ ഒരു അന്ത്യ സമയങ്ങളില് നിന്നും ഭാഗവതം കേൾക്കുകയാണ്. അപ്പോ ഈ ഭാഗവതം എന്ന് പറയുന്നത് അതിനു മുന്നേ വ്യാസദേവൻ വന്ന് ലിറ്റററി, അതായത് ഒരു എഴുതിയ ഒരു ഫോർമാറ്റിൽ എഴുതി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ശുകദേവ ഗോസ്വാമി തന്റെ പുത്രനായ ഓൾറെഡി ലിബറേറ്റഡ് ആയ ശുകദേവ ഗോസ്വാമിക്ക് എന്ത് പറഞ്ഞു കൊടുത്തു? ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുത്തു എന്നാണ് നമ്മൾ കേട്ടത്. അപ്പോ ശൗനകാദി ഋഷികൾക്ക് ഒരു സംശയം തോന്നി. ഓൾറെഡി ലിബറേറ്റഡ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് ശുകദേവ ഗോസ്വാമി 18,000 ശ്ലോകമുള്ള ഈ ഒരു ഭാഗവതം കേൾക്കാൻ വേണ്ടി അത്രയും സമയം കളഞ്ഞത്? ലിബറേഷൻ, അതായത് സാധാരണ ജനങ്ങള് ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിന് വേണ്ടിയിട്ടാണല്ലോ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. പക്ഷേ ശുകദേവ ഗോസ്വാമിയുടെ പ്രത്യേകത എന്താണ്? ശുകദേവ ഗോസ്വാമി ഓൾറെഡി എന്താണ്? ലിബറേറ്റഡ് ആണ്. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇത്ര കഷ്ടപ്പെട്ട് ഈ ശ്രീമദ് ഭാഗവതം പഠിച്ചത് എന്ന് ആര് ചോദിക്കുന്നു? ശൗനകാദി ഋഷികൾ സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നു. അപ്പോ സൂത ഗോസ്വാമി പറയുന്നു, എന്താണ് ഭാഗവതത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ഭഗവാന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളുടെ പ്രത്യേകത എന്താണ്? നമ്മൾ കേട്ടത് കഴിഞ്ഞ ലാസ്റ്റ് ശ്ലോകം നമ്മൾ വളരെയധികം മനോഹരമായ ഭംഗിയുള്ള ഒരു എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ശ്ലോകമാണ് പഠിച്ചത്. എന്താണ്? സൂത ഉവാച ആത്മാരാമശ്ച മുനയോ നിർഗ്രന്ഥ അപി ഉരുക്രമേ കുർവന്തി അഹൈതുകിം ഭക്തിം ഇത്തം ഭൂതഗുണോ ഹരിഹി. ഇതിന്റെ എല്ലാ എക്സ്പ്ലനേഷൻസും നമുക്ക് ഒരു ക്ലാസ്സിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിലും നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് പറഞ്ഞു, മുനിമാർ എന്ന് പറയുന്നത് ആത്മാരാമന്മാരായിരിക്കാം. ബാക്കി ഉള്ളതിൽ നിന്ന് എല്ലാം ഡിറ്റാച്ച്ഡ്, അല്ലെങ്കിൽ എന്താണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വൈരാഗ്യം, അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങളിൽ നിന്നും മുക്തി നേടിയവരും ആയിരിക്കാം നിർഗ്രന്ഥ. പക്ഷേ ഉരുക്രമേ കുറുവന്തി അഹൈതുകിം ഭക്തി, അവര് പോലും ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവര് പോലും ഭഗവാനോട്, ഇവിടെ ഭഗവാനെ എന്താണ് വിളിക്കുന്നത്? ഉരുക്രമൻ എന്നാണ് വിളിക്കുന്നത്. ഗ്ലോറിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള ആ ഭഗവാനോട് എന്തായിരിക്കും? അഹൈതുകമായ ഭക്തി ഉള്ളവരാകാൻ വേണ്ടി ആഗ്രഹിക്കും. കാരണം എന്താണ്? അതാണ് ഹരിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ അതാണ് ഭഗവാന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് എല്ലാം അത്രയ്ക്ക് വണ്ടർഫുൾ ആണ്, അത്ഭുതകരമാണ്. അത് മുക്താത്മാക്കളുടെ ഹൃദയത്തെ പോലും എന്ത് ചെയ്യും? കാക്ടിവേറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ 1-2 ശ്ലോകങ്ങൾ കഴിയുമ്പോഴേക്കും പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് കേൾക്കും. എന്താണ് അവിടെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനം, ഭഗവത്ഗീതയുടെ ഉപദേശം കഴിഞ്ഞതിന് ശേഷം, യുദ്ധവും കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. നമുക്ക് ഭഗവാനെയും ഗുരുവിനെയും പ്രണമിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, ജമുനാ തീരവനചാരി, ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം ജയ ഗോരാനിതായ് ജയ ഗോരാനിതായ് ഗോരാനിതായ് ജയ ഗോരാനിതായ് ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഒന്നാമത്തെ ക്യാൻറ്റോ 7ാമത്തെ അധ്യായം 11ാമത്തെ ശ്ലോകത്തിലേക്കാണ് അടുത്തത് കടക്കാൻ പോകുന്നത്. എന്താണ് ആത്മാരാമന്മാരായിട്ടുള്ള ആൾക്കാര് അവരെ എത്രയധികം വിരക്തി അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുന്നവരായിക്കോട്ടെ, അവർക്കും മനമോഹനമാണ് എന്ത് ഭഗവാന്റെ ലീലകൾ. ആ ലീലകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ലിബറേറ്റഡ് അല്ല. നമ്മൾക്ക് ലിബറേറ്റഡ് ആകാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഈ ഭാഗവതം വേണം. ലിബറേറ്റഡ് ആയിട്ടുള്ള ശുകദേവ ഗോസ്വാമിക്ക് ഈ ഭാഗവതം അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ പിന്നെ ലിബറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിൽ നിന്നും വിടുതൽ നേടി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾക്ക് എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് നമ്മൾ ശ്രീമദ് ഭാഗവതം ദിവസേന വായിക്കണം, കേൾക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 11ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഹരേർ ഗുണാക്ഷിപ്തമതിർ ഭഗവാൻ ബാദരായണി അധ്യഗാൻ മഹത് ആഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയഃ. ഹരേർ ഗുണാക്ഷിപ്തമതിർ ഭഗവാൻ ബാദരായണി അധ്യഗാൻ മഹദാഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയഃ. ഹരേർ ഗുണാക്ഷിപ്തമതിർ ഭഗവാൻ ബാദരായണി അധ്യഗാൻ മഹദാഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയഃ. എന്താണ് നോക്കാം നമുക്ക് വേർഡ് ബൈ വേർഡ് എങ്ങനെയാണെന്ന്. ഹരേർ ഗുണ ആക്ഷിപ്ത മതിർ എന്താണ്? അതാണ് നമ്മൾ ഫസ്റ്റ് വാക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ശ്ലോക ബ്രേക്ക് ചെയ്യുന്നത്. ഹരേർ ഗുണ ആക്ഷിപ്ത മതിഹി. ഇതിനകത്ത് ഹരി ആരാണെന്ന് നമുക്കറിയാം. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് അതീന്ദ്രിയമായിട്ടുള്ള ഗുണങ്ങളാണെന്ന് നമുക്കറിയാം. ആക്ഷിപ്ത മതിഹി എന്ന് പറഞ്ഞാൽ, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലെങ്കിൽ മനസ്സ്, എന്തിനു വേണമെങ്കിലും കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മതി എന്നുള്ള വാക്ക് ഈ ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ആക്ഷിപ്തമതി എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. ഇവിടെ പ്രഭുപാദ് പറയുന്നു ബീയിങ് അബ്സോർബ്ഡ് ഇൻ, അതായത് ആക്ഷിപ്ത എന്ന് പറഞ്ഞാൽ നിമഗ്നനായി തീരുകയാൽ. അതാണ് പ്രഭുപാദ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ആദ്യത്തേതിന്റെ അർത്ഥം? ഹരേർ ഗുണ ആക്ഷിപ്തമതിഹി, ഹരിയുടെ അതീന്ദ്രിയ ഗുണങ്ങളിൽ മനസ്സ് നിമഗ്നനായി തീരുകയാൽ. ഭഗവാൻ ബാദരായണി, ആരുടെ മനസ്സാണ്? ഭഗവാൻ ബാദരായണി. എന്താണ് ഇവിടെ ഭഗവാൻ എന്നുള്ള വാക്ക് ആരെ കുറിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു? ശുകദേവ ഗോസ്വാമി. അതായത് ഭഗവാൻ എന്നുള്ള വാക്ക് പല സ്ഥലങ്ങളിലും കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സന്ദർഭം അനുസരിച്ച്
പലരെയും കുറിക്കാൻ ഉപയോഗിക്കും. പക്ഷെ എന്നാലും പ്രൈമറിലി അത് ആരുടെ പേരാണ്? പരമദിവ്യോത്തമ പുരുഷന്റെ പേരാണ്. പക്ഷെ ഭക്തന്മാരെ കുറിക്കാനും ചിലപ്പോൾ ഉപയോഗിക്കും. ഭഗവാൻ ബാദരായണീഹി, കാരണം അത്രയ്ക്കും പവർഫുൾ ആണ്. ഭക്തനും ഭഗവാനും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഗുണത്തില് പരമദിവ്യോത്തമ പുരുഷനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളാണ് പരിശുദ്ധ ഭക്തൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഭഗവാൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ഭക്തൻ ഭഗവാനായി മാറുക ഇല്ല. കാരണം എന്താണ്? നേരത്തെ നമ്മൾ ഭഗവത്ഗീതയില് കഴിഞ്ഞ ആഴ്ചത്തെ ഭഗവത്ഗീതയുടെ ക്ലാസ്സിൽ കയറിയിട്ടുള്ള ആർക്കെങ്കിലും അറിയാം എന്താണ്? നത്വേ വാഹം ജാതുനാസം നത്വം നേമേ ജനാതിപഹ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം എന്ന് പറയുന്ന ഒരു ശ്ലോകം നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? ഈ കാണുന്ന രാജാക്കന്മാരെല്ലാം എന്നും ഉണ്ടായിരുന്നു അർജുന, നീയും ഞാനും ഉണ്ടായിരുന്നു, ഇനി മരണശേഷവും ഇവരൊന്നും എന്താണ് ഉണ്ടാകാതെ ഇരിക്കുകയും ഇല്ല. അതായത് വ്യക്തിത്വം എന്ന് പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അവിടെ സമർത്ഥിക്കുകയാണ്. ഭഗവത്ഗീതയിൽ ആദ്യം തന്നെ 2-ാമത്തെ അധ്യായം ഏകദേശം 11-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് അതാണ്, അല്ല 12-ാമത്തെ ശ്ലോകം. അപ്പോ ഈ ഒരു കാര്യം എന്താണ്? ഇംപേഴ്സണലിസ്റ്റ്, അതായത് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുകയില്ല. കാരണം എന്താണ്? അവർക്ക് ഭഗവാൻ വ്യക്തിത്വമില്ലാത്ത ഒരു ആളാണ്. മീൻസ് ആളെന്ന് പറയാൻ പറ്റില്ല, വ്യക്തിത്വമില്ലാത്ത ഒരു വസ്തുവാണ്. എല്ലാം എന്താണ്? ബ്രഹ്മമയം എന്ന് പറയും. സർവം ഖലു ഇതം ബ്രഹ്മ എന്നൊക്കെ അവർ പറയും. ശരിയാണ്, സർവം ഖലു ഇത ബ്രഹ്മ. കാരണം ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ തന്നെ എനർജീസ് ആണ്. ഭക്തന്മാരും അത് മനസ്സിലാക്കും. പക്ഷെ ഒരിക്കലും ഒരു ഭക്തന് ഉയർന്നുയർന്ന് എത്ര ഉയർന്നാലും പരമദിവ്യോത്തമ പുരുഷനാവാൻ പറ്റുകയില്ല. കാരണം എന്താണ്? നമ്മൾ പരമദിവ്യോത്തമ പുരുഷന്റെ എനർജി, അതായത് തടസ്ഥ ശക്തി അല്ലെങ്കിൽ ജീവാത്മ അംശം, പാർട്ട് ആൻഡ് പാർസൽ മാത്രമാണ്. നമ്മൾ പരമദിവ്യോത്തമ പുരുഷനാകാനുള്ള ഒരു സാധ്യതയും ഇല്ല ഇവിടെ. അതുകൊണ്ട് ഭഗവാൻ എന്ന് ബാദരായണി, ആരാണ് ബാദരായണി? ബദരായണൻ എന്ന് പറയുന്നത് ആരാണ്? വ്യാസദേവൻ. ബാദരായണി ആരാണ്? അപ്പോ വ്യാസദേവന്റെ പുത്രൻ. ആരാണത്? ശുകദേവ ഗോസ്വാമി. ഭഗവാൻ ശുകദേവ ഗോസ്വാമി എന്ന് പറയുന്നുണ്ടെങ്കിലും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഉന്നത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ ഭക്തനായതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തെ ഇവിടെ സംബോധന ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ഹരിയുടെ അതീന്ദ്രിയ ഗുണങ്ങളിൽ നിമഗ്നനായി തീരുകയാൽ ഭഗവാൻ ബാദരായണൻ, അതായത് വ്യാസസുതനായിട്ടുള്ള ശുകദേവ ഗോസ്വാമി അത്യഗാൻ മഹദ് ആഖ്യാനം, അതാണ് അടുത്ത വാക്ക്. എന്താണ്? അത്യഗാൻ, ശിക്ഷണത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ അധ്യയനം ചെയ്യുക. നമുക്കറിയാല്ലേ, അധ്യയനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കുക എന്നാണ്. എന്ത് പഠിച്ചു? മഹദ് ആഖ്യാനം, ആ മഹത്തായ കഥാവർണ്ണനം, അതായത് ഭഗവാന്റെ കഥയുടെ വർണ്ണനം. എപ്പോ? നിത്യം, പതിവായിട്ട് ഏർപ്പെട്ടു. വിഷ്ണു ജനപ്രിയ, അങ്ങനെ അദ്ദേഹം വിഷ്ണു ജനപ്രിയ എന്ന് ആയിത്തീർന്നു. എന്താണ് ഈ വിഷ്ണു ജനപ്രിയ? വിഷ്ണു ഭക്തന്മാർക്ക് പ്രിയമുള്ളവനോ അല്ലെങ്കിൽ വിഷ്ണു ഭക്തന്മാരോട് പ്രിയമുള്ളവനോ, ഇങ്ങനെ 2 തരത്തിലും പറയാം. ഭഗവത് ഭക്തന്മാരോട് പ്രിയമുള്ളവനോ അതോ ഭഗവാൻ ഭക്തന്മാർക്ക് പ്രിയമുള്ളവനോ, അങ്ങനെ വേണമെങ്കിൽ 2 തരത്തിലും പറയാം. അപ്പൊ നോക്കാം എന്താണ് പ്രഭുപാദ് എഴുതിയിരിക്കുന്നത്. ശീല വ്യാസദേവ പുത്രനായ ശീല ശുകദേവ ഗോസ്വാമി ആത്മജ്ഞാന പരമായി പ്രബലനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അധികതരമായി ഭഗവത് ഭക്തർക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു. അതിനാൽ അദ്ദേഹം ഈ അതിശ്രേഷ്ഠമായ ആഖ്യാനത്തിന്റെ ശിക്ഷണത്തിൽ ഏർപ്പെട്ടു. നമ്മൾ കണ്ടു എന്താണ് ഈ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് എഴുതുന്നത്, ഭഗവാൻ ശുകദേവ ഗോസ്വാമി എന്ത് ചെയ്തിരുന്നു? മാതാവിന്റെ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് പരിശുദ്ധ ഭക്തനല്ല, ബ്രഹ്മ സാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയായിരുന്നു. അപ്പോ അദ്ദേഹം പുറത്താൻ കൂട്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? പുറത്തിറങ്ങിയാൽ ഞാന് ഈ ഒരു മുക്താവസ്ഥയിൽ നിന്നും ബദ്ധാവസ്ഥയിലേക്ക്, ശാരീരിക അവബോധത്തിലേക്ക് വന്നു പോകും എന്ന് പേടിച്ചിട്ട് അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. പിന്നെ വ്യാസദേവൻ സ്വയം ദ്വാരകയിൽ ചെന്ന് ദ്വാരകാധീശനായ ശ്രീകൃഷ്ണ ഭഗവാനെ ചെന്ന് കണ്ട് സ്വയം ദ്വാരകാധീശനായ ഭഗവാൻ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു, ഇല്ല, പുറത്തു വന്നാലും അങ്ങേക്ക് മായയുടെ അധീനതയിലാകുകയില്ല, അങ്ങ് മുക്താത്മായി തന്നെ തുടരും എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങിയതും ശുകദേവ ഗോസ്വാമി എന്ത് ചെയ്തു? ഒരു സംസ്കാരത്തിന് വേണ്ടിയും കാത്തു നിന്നില്ല.
എന്ത് സംസ്കാരം, ഉപനയനം, സംസ്കാരമോ പിന്നെ പേരിടലോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കാത്തു നിന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അവധൂതനായി യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. വ്യാസദേവൻ അദ്ദേഹത്തിന്റെ പിന്നാലെ പുത്ര പുത്ര എന്ന് വിളിച്ച് പുത്ര പുത്ര എന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം പിറകെ ഓടുകയാണ്. എന്തിന്? സുഖദേവ ഗോസ്വാമി ഇംപേഴ്സണലിസ്റ്റ്, അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തില് പൂർണ്ണനായിരുന്നു. പക്ഷേ അതല്ല ടോപ്പ് മോസ്റ്റ്. എന്താണ് ടോപ്പ് മോസ്റ്റ്? ഭഗവാനെ അറിയണം. അപ്പോ എന്ത് ചെയ്തിട്ടും അദ്ദേഹത്തിന് തിരികെ വിളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആരാണ്? വ്യാസദേവൻ വന്നിട്ട് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകം അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ഏത് ശ്ലോകമാണ്? നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. എന്താണ്? ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തില് പൂതന മോക്ഷം വിവരിക്കുന്ന ഒരു ഭാഗത്ത് പൂതന എന്ന് പറയുന്ന രാക്ഷസി തന്റെ മാറില് കാളക്കൂട്ട വിഷവും പുരട്ടിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? കംസന്റെ ആജ്ഞപ്രകാരം എവിടെ വരുന്നു? വൃന്ദാവനത്തില്. എന്തിനു വരുന്നു? ശ്രീകൃഷ്ണ ഭഗവാനെ കൊല്ലാൻ വേണ്ടി വരുന്നു. പക്ഷെ എന്നിട്ടും ഭഗവാൻ എന്ത് ചെയ്തു? ആ കാളക്കൂട്ട വിഷം എന്ത് ചെയ്തു? സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ പൂതനയുടെ ഭാവം, അതായത് പൂതന വന്നത് വൃന്ദാവനത്തിലേക്ക് വന്നു, ഭഗവാനെ കാണാൻ വേണ്ടി വന്നു, ഒരു അമ്മയുടെ വേഷത്തിലാണ് വന്നത്. അതെല്ലാം ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് ആ പൂതനയ്ക്ക് എന്ത് നൽകി? ധാത്രി എന്ന് പറയുന്ന ഒരു, അതായത് അമ്മയുടെ സേവനം ചെയ്തതുകൊണ്ട് അമ്മയെ, യശോദാ മാതാവിനെ എറ്റേണലി സഹായിക്കാൻ വേണ്ടിയിട്ട് ധാത്രി എന്നുള്ള ഒരു പൊസിഷൻ നൽകി എന്ത് ചെയ്തു? ഉയർത്തി. മഹാ തപസ്വികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള എന്ത് കിട്ടുകയുള്ളൂ? ഒരു ഭഗവാനിൽ നിന്ന് റെസിപ്രൊക്കേഷൻ കിട്ടുകയുള്ളൂ. ഇത്രയും പതിച്ച അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യം ചെയ്ത പൂതനയ്ക്ക് ഇതെങ്ങനെ കിട്ടി? എങ്കിൽ ഭഗവാനെ ആരാധിക്കുന്ന സാധുക്കളുടെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും കൺഫർമേഷൻ, അല്ലെങ്കിൽ അവർക്ക് അതിന് തക്കതായിട്ടുള്ള എന്ത് കിട്ടും? റിവാർഡ്, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നും അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം ഇച്ഛിച്ചിട്ടല്ല ആൾക്കാരൊന്നും ചെയ്യുന്നത്. എന്നാലും ഭഗവാൻ അവർക്ക് തക്കതായിട്ടുള്ള റെസിപ്രൊക്കേഷൻ ചെയ്യും എന്നതിന് എന്തെങ്കിലും സംശയമുണ്ടോ എന്നാണ് ആ ശ്ലോകം പറയുന്നത്. 3-ാമത്തെ അധ്യായത്തിലാണ് ആ ശ്ലോകം വരുന്നത്. ദശമസ്കന്ധത്തിൽ പൂതനാമോക്ഷം പറയുന്ന സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും ശ്ലോകം വരുന്നത് 3rd canto 3rd chapter 52 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അഹോ ബകീയം സ്തനകാലകൂടം ജിഘാംസയാപായദപ്യ സാധ്വീ ലേഭേ ഗതിം ധാത്രിം. അങ്ങനെ എന്താണ് ആ ശ്ലോകം? അതിന്റെ കിം വാ ദയാലും ശരണം വ്രജേമ എന്ന് പറയുന്ന ആ ഒരു ശ്ലോകം. ഇത് കേൾക്കവേ ഈ ഒരു ശ്ലോകം, പിന്നെ ഒരു ശ്ലോകം, ബർഹാപീതം നടവരവപുഃ കർണയോ കർണികാരം ബിഭ്രത്വാസഹ കനക കപിശം വൈജയന്തിം ച മാലാം രന്ധ്രാൻ വേണൂർ അധരസുതയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഇത് ദശമസ്കന്ധത്തിൽ വേണുഗീതം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ശ്ലോകമാണ്. ഈ 2 ശ്ലോകവുമാണ് സുഖദേവ ഗോസ്വാമിയുടെ പിന്നാലെ പോയ വ്യാസദേവൻ ആ സുഖദേവ ഗോസ്വാമിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവിടെയുള്ള ഒരു പക്ഷിയെ കൊണ്ട് പറയിപ്പിച്ചത്. ഏത് ശ്ലോകം? അഹോബക്കീയവും ബർഹാപീഠവും. അപ്പൊ ഇത് 2 കേൾക്കുമ്പോ എന്ത് സംഭവിക്കും? ഒന്ന് ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുന്നതും, ഒന്ന് ഭഗവാന്റെ മേഴ്സി, അതായത് ഏറ്റവും ക്രൂരമായിട്ടുള്ള കൃത്യം ചെയ്യാൻ വന്ന പൂതനയ്ക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ കൊടുത്തു എങ്കിൽ എത്ര മേഴ്സിഫുൾ ആണ് ഭഗവാൻ എന്ന്. ഭഗവാന്റെ ഗുണവും ഭഗവാന്റെ രൂപവും വർണ്ണിക്കുന്ന ഓരോ ശ്ലോകങ്ങളാണ് അവിടെ വെച്ച് സുഖദേവ ഗോസ്വാമി കേട്ടത്. അത് കേട്ടപ്പോ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. കാരണം എന്താണ്? ഇതാരാണ് ഇത്രയധികം മേഴ്സിഫുള്ളും ഇത്രയധികം രൂപവാനുമായിട്ടുള്ള ഒരു വ്യക്തി? ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ എന്തുകൊണ്ട് പരിചയപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരികെ ആരുടെ അടുത്ത് വന്ന്? വ്യാസദേവന്റെ അടുത്ത് വന്ന് ഭാഗവതം മുഴുവൻ കേട്ടു. അതാണ് ഇവിടെ പറയുന്നത്. എന്ത് കേട്ടു? ഹി വാസ് ഓൾസോ വെരി ഡിയർ ടു ദ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ്. എങ്ങനെ അദ്ദേഹം ഭക്തജനപ്രിയനായി മാറി? അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് പറയുന്നത്?
വിഷ്ണു ജനപ്രിയനായി മാറി. ശുകദേവ ഗോസ്വാമി ഭാഗവതം എന്ന് പറയുന്നത് വിഷ്ണു ഭക്തന്മാർക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. ഭാഗവതത്തിനെ കേൾക്കുകയും ഭാഗവതത്തിനെ പറയുകയും ചെയ്യുന്ന ആള് വിഷ്ണു ജനമാണ്. അതായത് വിഷ്ണു ജനപ്രിയനാണ്. അതുകൊണ്ട് തന്നെ വ്യാസദേവൻ തന്റെ പുത്രനെ അങ്ങനെയാണ് വിഷ്ണു ജനപ്രിയനാക്കി മാറ്റിയത്, അല്ലെ? അപ്പൊ വ്യാസദേവൻ എന്ത് ചെയ്തു? തന്റെ ഭാഗവതം ആർക്ക് പറഞ്ഞു കൊടുത്തു? ശുകദേവ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. ശുകദേവ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചു? അടുത്തതാണ് 12ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇനി ഒരാളെ പരിചയപ്പെടുന്നത്. ഈ ഭാഗവതത്തിന്റെ ശ്രവണം കൊണ്ട് പരമഭക്തനായി മാറി ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചുപോയ ഒരാളെ ഇവിടെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആരാണത്? അഭിമന്യുസുതൻ, പരീക്ഷിത്, അല്ലെ? പരീക്ഷിതോ അധ രാജർഷേർ ജന്മ കർമ്മ വിലാപനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം വക്ഷ്യേ കൃഷ്ണകഥോദയം. പരീക്ഷിതോ അധ രാജർഷേർ ജന്മ കർമ്മ വിലാപനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം വക്ഷ്യേ കൃഷ്ണകഥോദയം. പരീക്ഷിതോ അധ രാജർഷേർ ജന്മ കർമ്മ വിലാപനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം വക്ഷ്യേ കൃഷ്ണകഥോദയം. എന്താണ് അടുത്തത് പറയാൻ പോകുന്നത്? ശൗനക ഋഷിമാരോട് സൂത ഗോസ്വാമി അടുത്ത സന്ദർഭം പറയുകയാണ്. എന്താണ്? പരീക്ഷിതോ അഥ രാജർഷേ, രാജർഷിയായ പരീക്ഷിത് രാജാവിന്റെ എന്താണ്? ജന്മ കർമ്മ വിലാപനം. ജനനം, കർമ്മങ്ങൾ, മോചനം അല്ലെങ്കിൽ മോക്ഷം. ഇതാണ് ശുകദേവ ഗോസ്വാമി സൂത ഗോസ്വാമി ഇനി ആർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? ശൗനകാദി ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. സംസ്ഥാം പാണ്ഡുപുത്രാണാം, അതായത് ലോകം പരിത്യജിച്ച് 7 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ പാണ്ഡുപുത്രൻ മോക്ഷത്തിന് അർഹനായി തീർന്നത് എന്ന് ഇനി ഞാൻ പറഞ്ഞു തരാം. എന്താണ്? വക്ഷ്യേ, ഞാൻ പറഞ്ഞു തരാം. കൃഷ്ണകഥോദയം. അങ്ങനെ പരമദിവ്യോത്തമ പുരുഷന്റെ കഥകളെ നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? പരീക്ഷിതോ അഥ രാജർഷേർ ജന്മകർമ്മ വിലാപനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം വക്ഷ്യേ കൃഷ്ണകഥോദയം. അങ്ങനെയാണ് കൃഷ്ണന്റെ കഥ പറയാൻ പോകുന്നത്. വിവർത്തനം വായിക്കാം. ശൗനക ഋഷിയുടെ നേതൃത്വത്തിലുള്ള ഋഷിമാരെ സൂത ഗോസ്വാമി ഇപ്രകാരം അഭിസംബോധന ചെയ്തു. ഞാൻ ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതീന്ദ്രിയവും ആത്മജ്ഞാനപരവുമായ ആഖ്യാനങ്ങളെയും രാജർഷിയായ പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജന്മം, കർമ്മം, പരിത്രാണം എന്നീ വിഷയങ്ങളെ കുറിച്ച് മാത്രമല്ല പാണ്ഡുപുത്രരുടെ ലോകജീവിത നടപടിയാൽ ആത്മപരിത്യാഗത്തിന് ഹേതുവായ വിഷയങ്ങളെ കുറിച്ചും പ്രതിപാദിക്കാൻ ആരംഭിക്കാം. എന്താണ് ആരംഭിക്കുന്നത്? നമ്മള് ഭാഗവതത്തിലേക്ക് കടക്കുകയാണ്. നരേഷൻ ഓഫ് ശ്രീമദ് ഭാഗവത്. ഇത്ര നാള് നമ്മൾ പഠിച്ചത് സിദ്ധാന്തമാണ്. എന്താണ് ഭാഗവതത്തിന്റെ മേന്മ, ഭക്തിയുടെ മേന്മ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ആ സിദ്ധാന്തത്തിൽ നിന്നും മാറുകയില്ല. കാരണം എന്താണ്? ഭാഗവതത്തിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് എപ്പോഴും പരിശുദ്ധ ഭക്തി തന്നെയാണ്. അതിൽ നിന്നും ഭാഗവതത്തിന് ഒരു വ്യത്യാസവുമില്ല. ഇവിടെ നമ്മൾ എന്താണ് ഈ കഥയിലൂടെ, അതായത് പാണ്ഡവന്മാരുടെ അല്ലെങ്കിൽ പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജന്മം, കർമ്മം, പരിത്രാണം ഈ വിഷയത്തിലൂടെ ഇതേ ഭക്തി തന്നെ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ വീണ്ടും വീണ്ടും അതിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എന്താണ് ഭക്തിയുടെ മഹത്വത്തെ കുറിച്ച് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോ അടുത്ത ശ്ലോകം. ഇവിടെ 13ഉം 14ഉം ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ വായിച്ച ശ്ലോകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ശ്ലോകത്തിന്റെ മീറ്റർ. അത് നിങ്ങൾക്കറിയാം, ഇതിനകത്ത് കൂടുതൽ അക്ഷരങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇത്രയും നേരം വായിച്ചത് ഓരോ വരിയിലും 8 അക്ഷരങ്ങൾ വരുന്ന അനുഷ്ടുപ് ഛന്ദസ്സിലാണെന്ന് നമ്മൾ ഇത്രയും നേരവും വായിച്ചത്. അപ്പൊ ഇവിടെ ശുകദേവ ഗോസ്വാമി എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇനി ഒരു മീറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. യദാ മൃഢേ കൗരവശൃഞ്ജയാനാം വീരേഷ്വഥോ വീരഗതിം ഗതേഷു
വൃകോദരാവിദ്ധ ഗഥാഭിമർശ ഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ഭർതൃപ്രിയാം ദ്രൗണിരിതി സ്മ പശ്യൻ കൃഷ്ണസുതാനാം സ്വപതാം ശിരാംസി ഉപാഹരത് വിപ്രിയമേവ തസ്യ ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. ഈ മീറ്ററിലാണ് നമ്മൾ നീണ്ട ശ്ലോകങ്ങൾ വായിക്കുന്നത്. ഇതിലും നീണ്ട ശ്ലോകങ്ങളുണ്ട്. അത് നമുക്ക് ആ സമയത്ത് വരുമ്പോൾ പറയാം ഏത് മീറ്ററിലാണ് വായിക്കുന്നത്. യഥാ മൃഡേ കൗരവ ശൃഞ്ജയാനം വീരേഷ്വഥോ വീരഗതിം ഗതേഷു വൃകോദരാവിദ്ധ ഗദാഭിമർശ ഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ഭർതൃപ്രിയം ദ്രൗണിർ ഇതി സ്മ പശ്യൻ കൃഷ്ണസുതാനാം സ്വപതാം ശിരാംസി ഉപാഹരത് വിപ്രിയമേവ തസ്യ ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. എന്താണ് ഈ രണ്ട് ശ്ലോകത്തിൽ പറയുന്നത്? കുരു രാജവംശവും കുരു രാജവംശത്തിലെ രണ്ട് സഹോദരന്മാരുടെ പുത്രന്മാർ തമ്മിലുണ്ടായ ആ ഒരു മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ നിന്നാണ് പരീക്ഷിത് മഹാരാജാവിന്റെ രക്ഷ തുടങ്ങുന്നത്. ആ യുദ്ധത്തിന് ശേഷമാണ്. അപ്പൊ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സംഭവം വിവരിക്കാൻ തുടങ്ങുന്നത്. എന്തായിരുന്നു? യഥാ മൃഡേ കൗരവ ശൃഞ്ജയാനാം. എന്താണ് യഥാ? യഥാ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന് പറയുന്ന ശ്ലോകം കേട്ടിട്ടുണ്ട്. എപ്പോഴാണോ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, തഥാ അപ്പോൾ ഞാൻ അവതരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ യഥാ തഥാ സർവദാ കഥ എന്നൊക്കെ പറയുന്നത് ടൈമിനെ കാണിക്കുന്നതാണ്. എപ്പോൾ, അപ്പോൾ, സർവസമയത്തും എന്നൊക്കെ ചോദ്യത്തിന്റെ രൂപത്തിൽ എപ്പോ, കഥ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അതെന്താണ്? അത് സമയം, അതായത് ആ ഒരു ടൈം ഫ്രെയിമിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോ യഥാ മൃഡേ, മൃഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധഭൂമി എന്നാണ് ഇവിടെ പ്രഭുപാദ് എഴുതിയിരിക്കുന്നത്. കൗരവ ശൃഞ്ജയാനാം, രണ്ട് പാർട്ടികൾ ഉണ്ടായിരുന്നു അവിടെ, കൗരവരും പാണ്ഡവരും. വീരേഷു അഥോ വീരഗതിം ഗതേഷു. എന്താണ് അവിടെ ഭഗവാന്റെ കൺമുന്നിൽ പദം ആപുരത്യ. എന്താണ്? പാർത്ഥന്റെ പിന്നിൽ ആരാണുള്ളത്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. പാർത്ഥന്റെ മുന്നിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? കൗരവ പടയിലെ പോരാളികൾ എല്ലാം ഉണ്ടായിരുന്നു. പാർത്ഥൻ അസ്ത്രം എയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പാർത്ഥാസ്ത്രപൂത. ആ പാർത്ഥന്റെ അസ്ത്രം സ്വന്തം ശരീരത്തിൽ വരുമ്പോ ഭഗവാനെ കണ്ടുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആ ആത്മാക്കളെല്ലാം പരിശുദ്ധരായി മാറുകയാണ്. ഇത്ര നാൾ അവരെന്താണോ ചെയ്തിരുന്നത് അതെല്ലാം വന്നിട്ട് കൺസിഡർ ചെയ്യാതെ അവർക്കെല്ലാം പാസ്ത്രാസ്ത പൂത്ത. പൂത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ. പൂത്തന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരിശുദ്ധിയും ഇല്ലാത്തത് എന്നാണ് അർത്ഥം. അപ്പൊ പാർത്ഥ അസ്ത്രപൂത പദം ആപുരത്യ. എന്താണ്? ഭഗവാന്റെ ഭഗവാന്റെ പദത്തിൽ ചേരാനുള്ള, നമ്മൾ വെറുതെ കൊന്നാലൊന്നും നടക്കൂല ഇതൊന്നും. നമ്മൾ അങ്ങനെ കൊല്ലാൻ പറഞ്ഞിട്ടുമില്ല. ആരോടും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ പാർത്ഥാസ്ത്രപൂത, പാർത്ഥന്റെ പിന്നിൽ ആരുണ്ടായിരുന്നു? ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിലാണ് ഇവരെല്ലാം വന്നിട്ട് മരിച്ചു വീണത്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഹതാരി ഗതിദായക എന്ന് ഭഗവാന് പേരുള്ളത്. എന്താണ് ഹതാരി? ആരെയാണോ ഭഗവാൻ ശത്രുവായി വിചാരിച്ച് ഹനിക്കുന്നത്, ഗതിദായക. അവർക്ക് എന്താണ് കിട്ടുന്നത്? ഗതിയാണ് കിട്ടുന്നത്. എങ്ങോട്ട്? ഭഗവാന്റെ പദത്തിലേക്കുള്ള ഗതിയാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഭർതൃപ്രിയം വീരേഷു അഥോ വീരഗതിം ഗതേഷു. അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു? വാരിയേഴ്സ് എല്ലാം അവരുടെ വീരഗതി, അവർക്ക് എന്താണോ ഡിസൈഡ് ആയിട്ടുള്ളത്, വീരഗതിയും പ്രാപിച്ചു. ഇനി എന്ത് സംഭവിച്ചു അത് കഴിഞ്ഞിട്ട്? പക്ഷെ അതില് കുറച്ചു ദിവസം ഒരാള് മാത്രം എന്ത് ചെയ്തില്ല? അത്രയും തെറ്റ് ചെയ്തത് കൊണ്ട് ഉടനടി മരിച്ചില്ല. എന്താണ്? വൃകോദരാവിദ്ധ ഗദാഭിമർശ. വൃകോദരൻ ആരാണ്? ഭീമൻ. വൃകോദരാവിദ്ധ ഗദാഭിമർശ.
വൃകോദരന്റെ ഗദ എന്താണ്? ഭീമന്റെ ഗദ കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഭഗ്ന ഉരു ദണ്ഡേ. ഉരു ഉരു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തുടയുടെ എല്ല്. അപ്പോ ഭഗ്ന ഉരു ദണ്ഡേ എന്താണ്? വൃകോദരൻ തന്റെ ഗദയെടുത്ത് മർദ്ദിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ദുര്യോധനന്റെ തുടയെല്ല് തകർന്ന് രക്തം വാർന്ന് ദുര്യോധനൻ എവിടെ കിടക്കുകയാണ്? യുദ്ധഭൂമിയിൽ കിടക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? ഉടനടി മരിക്കുന്നില്ല. എന്താണ്? വൃകോദരാവിദ്ധ ഗദ അഭിമർശ ഭഗ്ന ഉരു ദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ. ആരാണ് കിടക്കുന്നത്? ധൃതരാഷ്ട്രപുത്രൻ ദുര്യോധനൻ കിടക്കുന്നു. എന്ത് ചെയ്തു? കൂടെ ഒരു കൂട്ടുകാരൻ, 3 പേര് മാത്രമേ അവിടെ ശേഷിച്ചിരുന്നുള്ളൂ. ആരുടെ കൂട്ടത്തില്? കൗരവരുടെ കൂട്ടത്തില് കൃപാചാര്യരും അശ്വത്ഥാമാവും ഇനി ഒരാളും കൂടെ. കൃപാചാര്യരും അശ്വത്ഥാമാവും വേറൊരാളും കൂടെ ഉണ്ട്. 3 ആൾക്കാർ മാത്രമേ ദുര്യോധനന്റെ പാർട്ടിയിൽ പിന്നെ അവശേഷിച്ചിരുന്നുള്ളൂ. അപ്പോ ഇവര് 3 പേരും വന്നിട്ട് യുദ്ധഭൂമിയിൽ നിന്നും പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഈ ധൃതരാഷ്ട്രപുത്രൻ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. അശ്വത്ഥമാവിന് ഭയങ്കര എന്തായി? വിഷമവും ദേഷ്യവും ഒക്കെ ആയി. പ്രതികാരവാഞ്ച. ആരാണ്? ഭർത്തുപ്രിയം. ആരാണ് ഭർത്തു? സ്വാമി. ആരാണ് സ്വാമി? അശ്വത്ഥമാവിന്റെ സ്വാമി. ആരുടെ സ്വാമി എന്നാണ് പറയുന്നത്? ഭർത്തുപ്രിയം ദ്രൗണീർ. ദ്രൗണി ആരാണ്? ദ്രോണാചാര്യരുടെ പുത്രൻ. ആര്? അശ്വത്ഥാമ. ഇത്തിസ്മ പശ്യം. എന്താണ്? ഈ ഭർത്തു, അതായത് തുടയെല്ല് തകർന്നു കിടക്കുന്ന ദുര്യോധനനോട് അപ്പോഴും അശ്വത്ഥാമാവിന് എന്തുണ്ട്? തന്റെ സ്വാമിയാണ് എന്നുള്ള ബോധ്യം കൊണ്ട് അദ്ദേഹത്തെ ആ മരിക്കണ സമയത്തിലെങ്കിലും അദ്ദേഹത്തിന് കുറച്ച് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൃത്യം ചെയ്തു. എന്ത് ചെയ്തു? കൃഷ്ണാസുതാനാം. ഇവിടെ കൃഷ്ണസുതാനാം എന്നല്ല, കൃഷ്ണാസുതാനാം. എന്താണ് കൃഷ്ണ ആൻഡ് കൃഷ്ണ തമ്മിലുള്ള വ്യത്യാസം? ഇതൊരു ഫീമെയിൽ വാക്കാണ്. കൃഷ്ണ. ആരാണ് കൃഷ്ണ എന്ന് പറയുന്നത്? ദ്രൗപദിയാണ്. കൃഷ്ണ അല്ല, കൃഷ്ണാസുതാനാം. ദ്രൗപദിയുടെ മക്കളെ. സ്വപതാം ശിരാംസി. എന്ത് സംഭവിച്ചു? ദ്രൗപദിയുടെ മക്കളെ ഉറങ്ങുന്ന സമയത്ത് ശിരാംസി അല്ലേ? എന്ത് സംഭവിച്ചു? ദ്രൗപദിയുടെ മക്കളെ ഉറങ്ങുന്ന സമയത്ത് ശിരാംസി ഉപാഹരൻ, തലയും വെട്ടി കൊന്നു കളഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? വിപ്രിയം ഏവ തസ്യ. ഇത്രയും ക്രൂരകൃത്യം ചെയ്തിട്ട് ദുര്യോധനന്റെ അടുക്കൽ വന്ന് അശ്വത്ഥാമ പറഞ്ഞു, പാണ്ഡവരുടെ തലയെടുത്തുകൊണ്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ തിരികെ വന്നപ്പോ പാണ്ഡവരല്ല, രാത്രി ആയിരുന്നത് കൊണ്ട് അത് 5 പാണ്ഡവരാണെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷെ അശ്വത്ഥാമ എന്താണ് ചെയ്തത്? ഉറങ്ങിക്കിടക്കുന്ന ആ കുട്ടികളുടെ തലയെടുത്തു കൊണ്ടുവന്ന് ദുര്യോധനനെ കാണിച്ചപ്പോ ദുര്യോധനൻ പറഞ്ഞു, ദുഷ്ട, നീ എന്ത് ഹീനമായിട്ടുള്ള കൃത്യമാണ് ചെയ്യുന്നത്? എന്താണ്? പ്രിയത്തിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? വിപ്രിയം ഏവ തസ്യ. ദുര്യോധനൻ പോലും അത് അപ്രൂവ് ചെയ്തില്ല. നിശിതമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു ഇതാണ് എന്താണ് പിന്നെ നിരാകരിച്ചു. ആരെ? ദ്രൗപദിയെ. അതിനിഷ്ഠുരമായിട്ടുള്ള പ്രവൃത്തിയെ നിരാകരിച്ചു. ജുഗുപ്സിതം കർമ്മ. അയ്യേ, നീ ഇങ്ങനെ ചെയ്തു, അത്യന്ത നീചമായിട്ടുള്ള കർമ്മം ചെയ്തുവോ എന്ന് വിഗർഹയന്തി. ഒരു ലേശം പോലും വന്നിട്ട് സംപ്രീതനായില്ല. എന്താണ്? നിരാകരിച്ചു എന്ന് പറയുന്നു. നമുക്ക് നോക്കാം എന്ത് പറ്റി. കൗരവപക്ഷത്തെയും പാണ്ഡവപക്ഷത്തെയും വീരയോദ്ധാക്കൾ വധിക്കപ്പെടുകയും വീരമൃത്യു വരിച്ച ആ യോദ്ധാക്കൾക്ക് അവർക്ക് അർഹമായ പ്രാപ്യസ്ഥാനം ലഭ്യമാകുകയും ചെയ്തതിനു ശേഷം ഭീമന്റെ ഗദയാൽ പ്രഹരമേറ്റ ധൃതരാഷ്ട്രപുത്രൻ ദുര്യോധനൻ തുടയെല്ലാണ്. തുടയെല്ല് തകർന്ന് വിലപ്പിച്ചുകൊണ്ട് നിലം പതിച്ചപ്പോൾ ദ്രോണാചാര്യ സുതൻ അശ്വത്ഥാമാവ് അദ്ദേഹത്തിന്റെ യജമാനന് സംതൃപ്തിയാകുമെന്ന് വിഡ്ഢിത്തമായി ചിന്തിച്ചുകൊണ്ട് നിദ്രയിലായിരുന്ന ദ്രൗപദിയുടെ 5 പുത്രരുടെയും ശിരച്ഛേദം ചെയ്ത് ദുര്യോധനന് ഉപഹാരമായി അർപ്പിച്ചു. എങ്കിലും ദുര്യോധനൻ ഈ അതിനിഷ്ഠൂരമായ പ്രവൃത്തിയെ നിരാകരിച്ചു എന്ന് മാത്രമല്ല, ലവലേശം പോലും സംപ്രീതനുമായില്ല. എവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്? കൗരവ പാണ്ഡവ യുദ്ധം, മഹാഭാരത യുദ്ധം തീർന്നതിന് ശേഷമുള്ള സീനിലേക്കാണ് നമ്മളിപ്പോ കടന്നു ചെല്ലാൻ പോകുന്നത്. അതാണ് സംഭവിച്ചത്. എന്ത് സംഭവിച്ചു?
ഈ നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തി ദുര്യോധനൻ പോലും വന്നിട്ട് എന്ത് ചെയ്തില്ല, അപ്രൂവ് ചെയ്തില്ല എന്ന് പറയുന്നു. ഇനി എന്ത് പറ്റി? പുത്രന്മാര് മരണപ്പെട്ടു അല്ലേ? 15-ാമത്തെ ശ്ലോകം. മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യ ഘോരം പരിതപ്യമാനാ തദാരുതാദ് വാസ്പകലാകുലാക്ഷി തം സാന്ത്വയൻ ആഹ കിരീടമാലി. മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യ ഘോരം പരിതപ്യമാനാ തദാരുതാദ് വാസ്പകലാകുലാക്ഷി താം സാന്ത്വയൻ ആഹ കിരീടമാലി. എന്താണ്? മാതാ, ആരാണ് മാതാവ്? അമ്മ. ആരുടെ? ഈ ശിശൂനാം, കുട്ടികളുടെ, പുത്രന്മാരുടെ നിധനം, സുതാനാം നിധനം, ഈ പുത്രന്മാരുടെ അമ്മ ആരാണ്? ദ്രൗപദി. നിശമ്യ, നിശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്, ഘോരം, ഇത്രയധികം ക്രൂരമായിട്ട് സ്വന്തം പുത്രന്മാര് മരണപ്പെട്ടത് അറിഞ്ഞിട്ട്, പരിതപ്യമാന, എന്താണ്? ദ്രൗപദി വന്നിട്ട് അലമുറയിട്ട് കരഞ്ഞു. തഥാ രുദാത്, കരഞ്ഞു. ആര്? ആ കലാകുലാക്ഷി, അതായത് വാസ്പകല ആകുല ആക്ഷി, കണ്ണിൽ കണ്ണുനീരും നിറച്ചുകൊണ്ട് ദ്രൗപദി അലമുറയിട്ട് കരഞ്ഞു. എന്ത് ചെയ്തു? അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കിരീടമാലി, ആരാണ് കിരീടമാലി? അർജുനൻ. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താണ്? പാണ്ഡവരുടെ 5 പുത്രരുടെ ജനയിത്രിയായ ദ്രൗപദി തന്റെ പുത്രന്മാരുടെ പൈശാചിക കൂട്ടക്കുരുതിയുടെ വാർത്തയറിഞ്ഞ് ദുഃഖാർത്തയായി അശ്രുക്കൾ നിറഞ്ഞ നയനങ്ങളോടെ വിലപിക്കാൻ ആരംഭിച്ചു. ആ കൊടിയ നഷ്ടത്തിൽ അവളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അർജുനൻ അവളോട് ഇപ്രകാരം പ്രസ്താവിച്ചു. എന്താണ് പറഞ്ഞത് ദ്രൗപദിയോട് അർജുനൻ? ഇത് നമുക്ക് സിദ്ധാന്തം പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? വായിച്ചു പോകാം. എന്താണ് അർജുനൻ പറയുന്നത്? അർജുനൻ പറയുന്നു, തദാ ശുചസ്തേ പ്രമൃജാമി ഭദ്രേ യദ്ബ്രഹ്മബന്ധോ ശിര ആതതായിന ഗാണ്ഡീവ മുക്തൈർവിശിഖൈർ ഉപാഹരേ ത്വാക്രമ്യ യത്സ്നാസ്യസി ദഗ്ധപുത്രാ തദാ ശുചസ്തേ പ്രമൃജാമി ഭദ്രേ യദ്ബ്രഹ്മബന്ധോ ശിര ആതതായിന ഗാണ്ഡീവ മുക്തൈർവിശിഖൈർ ഉപാഹരേ ത്വാക്രമ്യ യത്സ്നാസ്യസി ദഗ്ധപുത്ര. എന്താണ്? അല്ലയോ ഭദ്രേ, ഓ ഭദ്രേ, ഭദ്രേ എന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുകയാണ്, സമാധാനിപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അല്ലയോ ഭദ്രേ, കുലീനയായ സ്ത്രീയെ എന്നാണ് പറയുന്നത്. പിന്നെ അർജുനൻ ദ്രൗപദിയോട് പറയുകയാണ്, കഥാ സുചസ്തേ, നീ ഇപ്പോൾ കരയരുത് ദ്രൗപദി. എപ്പോഴാണ് നിനക്ക് കരയാൻ വിധിച്ചിട്ടുള്ളത്? ആ ബ്രഹ്മബന്ധുവിനെ. ആരാണ് ഈ ബ്രഹ്മബന്ധു? നമ്മുടെ ദ്രോണാചാര്യർ എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ്. അദ്ദേഹമാണ് ആരുടെ? അർജുനൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഗുരു. പക്ഷെ എന്നിട്ടും അത് ദുര്യോധനന്റെ കൂടെ അവർ നിന്നതുകൊണ്ട് ആ യുദ്ധത്തിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ധർമ്മയുദ്ധം അല്ലെ? ആതതായിന, ആരാണ് ആതതായിന? ദുര്യോധനൻ. ഈ ദുര്യോധനന്റെ കൂടെ ചേർന്ന എല്ലാ ആൾക്കാരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് ഈ ആതതായിനായി. എന്ത് ചെയ്തു? അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ ഒരാൾ മാത്രം ശേഷിച്ചു, ബ്രഹ്മബന്ധു. ആരാണ് ഈ ബ്രഹ്മബന്ധു എന്ന് പറയുന്നത്? ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു എങ്കിലും ഒരു തരിമ്പ് പോലും ബ്രാഹ്മണന്റെ ക്വാളിറ്റീസ് ഇല്ലാത്തവനെയാണ് ബ്രഹ്മബന്ധു എന്ന് പറയുന്നത്. അതായത് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ആരാണ്? ജന്മം കൊണ്ടല്ല ആകുന്നത്, കർമ്മം കൊണ്ടാണ്. ഗുണകർമ്മ വിഭാഗശഃ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഗുണവും കർമ്മവും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ ആ വർണ്ണത്തിലാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അശ്വത്ഥാമ ബ്രഹ്മബന്ധു എന്നിവിടെ പറയുന്നത്? അദ്ദേഹം ബ്രാഹ്മണനായ
ദ്രോണാചാര്യരുടെ പുത്രനായിരുന്നു. പക്ഷേ എന്ത് ക്രൂരമായിട്ടുള്ള കൃത്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ബ്രാഹ്മണനല്ല എന്ന് സ്ഥാപിച്ചിരിക്കുന്നു. വെറും ബ്രഹ്മബന്ധുവാണ്. അതായത് ആ കുലത്തിൽ ജനിച്ചു എന്നേ ഉള്ളൂ. എന്താണ്, ആ ക്വാളിറ്റി ഒന്നുമില്ല. ആ ബ്രഹ്മബന്ധുവിന്റെ ശിരസ്, ആരാണ് അയാൾ? ആത്തതായിന, അഗ്രസറാണ്. പുത്രൻ ഗുരുപുത്രനാണ്. പക്ഷെ ഗുരുപുത്രനെ വധിക്കാൻ അർജുനൻ തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ്? ആത്തതായിന ആയതുകൊണ്ടാണ്. ആരാണ് ഈ ആത്തതായിന എന്ന് പറയുന്നത്? 6 തരത്തിലുള്ള ആൾക്കാരെയാണ് ആത്തതായിന എന്ന് പറയുന്നത്. ടെററിസ്റ്റ്, ഈ വാക്ക് നമ്മളിപ്പോ സ്ഥിരം കേൾക്കുന്നുണ്ട്. തീവ്രവാദികൾ. ആരാണത്? ആത്തതായിന എന്ന് പറയുന്നത്. An enemy who sets fire to the house, administers poison, attacks all of a sudden with deadly weapons, plunders wealth or usurps agricultural fields or entices one's wife is called an aggressor. ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ ചുറ്റിനും എത്ര അഗ്രസേഴ്സ് ഉണ്ട് എന്ന്. കേൾക്കതും കേൾക്കാത്തതുമായ എല്ലാ തരത്തിലുമുള്ള കുറ്റകൃത്യങ്ങളും ഇതിലാണ് ഏറ്റവും, ഈ 5-6 തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഏറ്റവും നീചം എന്ന് പറയുന്നത്. എന്താണ് പ്രഭുപാദ ഇവിടെ എഴുതിയിരിക്കുന്നു? ഭവനത്തെ അഗ്നിക്കിരയാക്കുക, വിഷം കൊടുക്കുക, മാരകായുധങ്ങളായി കടന്നാക്രമിക്കുക, ധനം കൊള്ളയടിക്കുക, കൃഷിസ്ഥലങ്ങൾ ഇനി ഒരുവന്റെ അപഹരിക്കുക, ഇനി ഒരുവന്റെ പത്നിയെ മോഹിക്കുക അല്ലെങ്കിൽ വശീകരിക്കുക ചെയ്യുന്ന ശത്രുവിനെ അക്രമി, ടെററിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോ ആരാണിത്? ദ്രോണാചാര്യരുടെ പുത്രൻ, സ്വന്തം ഗുരുവിന്റെ പുത്രനാണ്. പക്ഷെ എങ്കിലും ആരാണിപ്പോ? ആത്തതായിന. ഈ ആത്തതായിനക്ക് എന്താണ് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത്? ഗാണ്ഡീവം ഉക്തൈർ വിശിഖൈർ ഉപാഹരേ ത്വാ അക്രമ്യ. എന്റെ ഗാണ്ഡീവ അസ്ത്രത്തിലെ ധനുക്കൾ കൊണ്ട് അവന്റെ ശിരസ് ഛേദിച്ച് നിനക്ക് സമ്മാനിച്ചതിന് ശേഷം മാത്രമേ നിന്റെ മിഴിയിലെ അശ്രുക്കൾ ഞാൻ നിനക്ക് തുളച്ചു തരികയുള്ളൂ. അനന്തരം നിന്റെ സുതന്മാരുടെ ചിത ദഹിപ്പിച്ച ശേഷം അവന്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ട് നിനക്ക് സ്നാനം ചെയ്യാം. എന്താണ്? ത്വാക്രമ്യ യത് സ്നാസ്യസി ദത്തപുത്ര. പുത്രന്റെ ചിതയ്ക്ക് തീ പകർന്നതിന് ശേഷം നീ സ്നാനം ചെയ്യൂ ദ്രൗപദി. ആ അധപ്പതിച്ച ബ്രാഹ്മണന്റെ, അതായത് ബ്രഹ്മബന്ധുവിന്റെ ശിരസ് എന്റെ ഗാണ്ഡീവം കൊണ്ട് എന്താക്കും? ഞാന് മുറിച്ചെടുക്കും എന്ന് പറഞ്ഞു. ക്ഷത്രിയന്മാരാണല്ലേ അർജുനൻ. ആരാണ് അർജുനൻ? ക്ഷത്രിയൻ. ക്ഷത്രിയന്മാരുടെ ഡ്യൂട്ടിയാണ്, എന്ത് ധർമ്മമാണ്, ഈ അഗ്രസേഴ്സിനെ പണിഷ് ചെയ്യുക എന്നുള്ളത്. ആ അഗ്രസേഴ്സിനെ പണിഷ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ഒരാള് കുറ്റം ചെയ്യുന്നു, അയാൾക്ക് ഒരു പണിഷ്മെന്റ് ഇല്ല, പോട്ടെ സാരമില്ല, അയാൾ ഒരു മനുഷ്യനല്ലേ, അയാൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞ് കുറ്റവാളിയെ വെറുതെ വിട്ടാൽ എന്ത് സംഭവിക്കും? അയാൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. അയാൾക്ക് മാനസാന്തരം ഉണ്ടായി ഇനി അയാൾ ചെയ്യൂല എന്ന് പറയാൻ പറ്റൂല. അയാൾ എന്ത് ചെയ്യും? വീണ്ടും ചെയ്യും, വീണ്ടും ആൾക്കാരെ കൊല്ലും, വീണ്ടും ചെയ്യും, വീണ്ടും ആൾക്കാരെ കൊല്ലും. അങ്ങനെയുള്ള ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. എന്താണ്? വധശിക്ഷ. ചില സമയത്ത് എന്താണ് ശിക്ഷ എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടാണ് ദുര്യോധനാദികളെ ശിക്ഷിക്കാൻ ഭഗവാൻ തീരുമാനിച്ചത്? അർജുനൻ എന്താണ് ഗാണ്ഡീവമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ വന്നിട്ട് സന്യാസത്തിന് പൊക്കോളാം, അല്ലെങ്കിൽ ഭിക്ഷാപാത്രം കൊണ്ട് യാചിക്കാൻ പൊക്കോളാം, കൃഷ്ണ എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന അർജുനനോട് ഭഗവാൻ പറയാണ്, കുതസ്ത്വാ കശ്മലം ഇതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. നിനക്ക് എവിടെ നിന്നാണ് അർജുന ഈ തരത്തിലുള്ള മാലിന്യം വന്നുപെട്ടത്? അതും ഈ യുദ്ധത്തിന്റെ സമയത്ത്. ഇത് അനാര്യ കൾച്ചേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് ചേരുന്നതല്ല. അസ്വർഗ്യം, നിനക്ക് ഹയർ ഡെസ്റ്റിനേഷനും കിട്ടൂല, അകീർത്തികരം, നിന്റെ കീർത്തിയും ഉണ്ടാവൂല അർജുന. ഇതാണ് എന്ത് പറയുന്നത്? ഭഗവാൻ ആദ്യം അർജുനന് വഴക്ക് പറയുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അതായത് ഞാൻ ഇവിടെ യുദ്ധം ചെയ്യുന്നില്ല, പൊക്കോളാം എന്ന് പറഞ്ഞതിന്. ചില സാഹചര്യങ്ങളിൽ ശിക്ഷ അത്യന്താപേക്ഷിതമാണ് എന്നതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ ആത്തതായിനെ വെറുതെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ശിക്ഷ കൊടുക്കാതെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള തലമുറ അത് കണ്ടുപിടിക്കും, വീണ്ടും ആത്തതായിനങ്ങൾ വരും, അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താണ്, ചിലപ്പോ എന്ത് വേണം? സൈലൻസ് അല്ല വയലൻസ് ചിലപ്പോ വേണം എന്ന് പറയും. പക്ഷെ അത് എന്താണ്, നമ്മള് ചൈതന്യ മഹാപ്രഭു
ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നോക്കി കഴിയുമ്പോഴേക്കും ചൈതന്യ മഹാപ്രഭു ഹരിനാമം സങ്കീർത്തനം വന്നിട്ട് പ്രചരിപ്പിക്കുന്ന സമയത്ത് നിത്യാനന്ദ പ്രഭുവിനെയും അദ്വൈത ആചാര്യരെയും വന്നിട്ട് ഒരു ജഗായി മതായി എന്ന് പറയുന്ന രണ്ടുപേരെ എന്ത് ചെയ്യുകയുണ്ടായി? അവരെ ഉപദ്രവിക്കുകയുണ്ടായി. അവരുടെ ശിരസിൽ വന്നിട്ട് പൊട്ടിയ കുപ്പി, മദ്യക്കുപ്പി അല്ലെങ്കിൽ ആ മൺപാത്രം എടുത്ത് എറിഞ്ഞ് നിത്യാനന്ദ പ്രഭുവിന്റെ ശിരസ് വന്നിട്ട് പൊട്ടി രക്തം ഒലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു ആരാണ്? ചൈതന്യ മഹാപ്രഭു കരുണാവതാരം അല്ലെ? ചൈതന്യ മഹാപ്രഭു എന്താണ്? തന്റെ സ്വയം ഭഗവാൻ കൃഷ്ണൻ തന്റെ സുദർശന ചക്രത്തെ വിളിച്ചു വരുത്തുവാൻ വേണ്ടിയിട്ട് ഇരുന്നു. പക്ഷേ അപ്പോ നിത്യാനന്ദ പ്രഭു വന്നിട്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, അയ്യോ ഭഗവാനെ, അങ്ങ് ഈ യുഗത്തിൽ ശിക്ഷിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെയും ശിക്ഷിക്കേണ്ടി വരും. ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങ് ഈ യുഗത്തിൽ അവതാരം എടുത്തിരിക്കുന്നത്. എന്തിനെയാണ് ശിക്ഷിക്കേണ്ടത്? ഈ മെന്റാലിറ്റി. തുടക്കമേ എവിടെ നിന്നാണ് വേണ്ടത്? നമ്മുടെ അകത്തുള്ള ഈ ആദതായിനെ. ആദതായിന് പുറത്തു മാത്രമല്ല ഉള്ളത്, നമ്മുടെ അകത്തും ഈ ആദതായിനെ ഉണ്ട്. നമ്മുടെ മനസ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അനർത്ഥങ്ങളെ പോറ്റി വളർത്തുന്നുണ്ട്. എന്തൊക്കെ അനർത്ഥങ്ങളെയാണ് പോറ്റി വളർത്തുന്നത്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയ അനർത്ഥങ്ങളെയാണ് പോറ്റി വളർത്തുന്നത്. ഈ അനർത്ഥങ്ങളെയാണ് ആദ്യം നമ്മൾ യുദ്ധം ചെയ്ത് എന്ത് ചെയ്യുന്നത്? കീഴടക്കുന്നത്. അതിനെയാണ് എന്താക്കുന്നത്? അതിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മളെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രക്ഷിക്കേണ്ടത്. പക്ഷേ എന്താണ്? ജീവൻ അപഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടോ വരുന്ന ആളുടെ മുന്നിൽ കുനിഞ്ഞ് അപേക്ഷിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രതിരോധം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഈ ഡിസ്കഷൻ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. എന്താണ് പറഞ്ഞത്? നിന്റെ മക്കളെ കൊന്ന ഈ ഒരു ബ്രഹ്മബന്ധുവിന് കഠിന ശിക്ഷ കൊടുത്തുകൊണ്ട് ഞാൻ അവന്റെ ശിരസ് അറുക്കുന്നതായിരിക്കും. അങ്ങനെ കൊണ്ടുവരുന്ന ശിരസിൽ ചവിട്ടി നിന്നുകൊണ്ട് വേണം നീ നിന്റെ പുത്രന്മാരുടെ ചിതയ്ക്ക് തീ കൊളുത്തുവാൻ, എന്നിട്ട് നിനക്ക് സ്നാനം ചെയ്യാം, അല്ലയോ ഭദ്രേ എന്ന് പറഞ്ഞു. 17ാമത്തെ ശ്ലോകം. ഇതി പ്രിയാം വൽഗു വിചിത്ര ജൽപൈ സാസന്ത്വയിത്വാച്യുതമിത്രസൂത അന്വദ്രവത് ദംശിത ഉഗ്രധന്വാ കപേത്വജോ ഗുരുപുത്രം രഥേന. ഇതി പ്രിയാം വൽഗു വിചിത്ര ജൽപൈ സാസന്ത്വയിത്വാച്യുതമിത്രസൂത അന്വദ്രവത് ദംശിത ഉഗ്രധന്വാ കപേത്വജോ ഗുരുപുത്രം രഥേന. എന്താണ് സംഭവിക്കുന്നത്? ഇതി പ്രിയ വൽഗു വിചിത്ര ജൽപൈ. ഈ പ്രകാരം അർജുനൻ ആരോട്? ദ്രൗപദിയോട് സംസാരിച്ചിട്ട് സാന്ത്വയിത്വ, അവളെ സാന്ത്വനിപ്പിച്ചിട്ട് അച്യുതമിത്രസൂത. എന്താണ്? ആരാണ് ഇവിടെ അർജുനൻ? അച്യുതമിത്രസൂത. അർജുന who is guided by the infallible Lord as a friend and driver. ആരാണ് സൂത? സൂത എന്ന് പറയുന്നത് തേരാളി. മിത്ര ആരാണ്? സുഹൃത്ത്. ആരാണ് അർജുനന്റെ തേരാളിയും സുഹൃത്തും? അച്യുതൻ. അപ്പൊ അർജുനനെ ഇവിടെ എന്ത് വാക്കുകൊണ്ട് വിളിക്കുന്നു? അർജുനൻ എന്ന് പറയുന്നതിന് പകരം ഇവിടെ എന്താണ് പറയുന്നത്? അച്യുതമിത്രസൂത. മനസ്സിലായോ? എന്താണ്? സാന്ത്വയിത്വ, ദ്രൗപദിയെ ഇപ്രകാരം സാന്ത്വനിപ്പിച്ചിട്ട്. ആര്? അർജുനൻ എന്ന് പറയുന്നതിന് പകരം ഇവിടെ എന്ത് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു? അച്യുതമിത്രസൂത എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. വളരെ മനോഹരല്ലേ? ആ ഒരു അവിടെ അർജുനൻ എന്ന് വെച്ചാലും പാർത്ഥൻ എന്ന് വെച്ചാലും അതിനകത്ത് എന്താവൂല? ഫിറ്റ് ആവൂല. കാരണം എന്താണ്? സന്ദർഭം അനുസരിച്ച് ഇപ്പോഴും പാർത്ഥസാരഥി തന്നെയാണ് ആര്? ഭഗവാൻ. അർജുനൻ രഥം വന്നിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. പാർത്ഥസാരഥി ആ ഡ്യൂട്ടിയും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. ഇപ്പോഴും പാർത്ഥസാരഥി തന്നെയാണ്. ഇവർ രണ്ടുപേരും കൂടി ഇനി ഒരു സ്ഥലത്ത് പോകും. എവിടെ പോകും നമുക്ക് നോക്കാം. അന്വദ്രവത്. എവിടെ പോകുന്നു? അന്വദ്രവത് ദംശിത ഉഗ്രധന്വ. തന്റെ ഗാണ്ഡീവം ഉഗ്രധന്വ, ദംശിത കവചവും ഗാണ്ഡീവവും ഒക്കെ എടുത്ത് ധരിച്ചിട്ട് കപിധ്വജോ. ആരാണ് കപിധ്വജ?
കപിധ്വജൻ എന്ന് പറഞ്ഞ അർജുനൻ തന്നെയാണ്. ആ ധ്വജത്തില്, അർജുനന്റെ ധ്വജത്തിൽ ആരുടെ അടയാളമായിരുന്നു? ഹനുമാന്റെ അടയാളമായിരുന്നു. ഹനുമാൻ പൊടി അടയാളമുള്ള ആള് ആരാണ്? അർജുനൻ. കപിധ്വജോ ഗുരുപുത്രം രഥേന. എന്താണ്? ഗുരുപുത്രനെ, ദ്രോണാചാര്യരുടെ പുത്രനെ, അശ്വത്ഥാമാവിനെ തേടി രഥേന, രഥത്തിൽ പോയി. ഇത്തി പ്രിയാം വൽഗു വിചിത്ര ജൽപൈ സാന്ത്വയിത്ത. എന്താണ്? സാന്ത്വനിപ്പിച്ചു അർജുനൻ. ആരെ? ദ്രൗപദിയെ. നീ ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കരുത് ദ്രൗപദി, നിനക്ക് നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ വേണ്ടി ഞാൻ വരും. എപ്പോ വരും? ആ ദ്രോണാചാര്യരുടെ പുത്രൻ ബ്രഹ്മബന്ധു ഇത്ര ക്രൂരമായ കൃത്യം ചെയ്ത് അവനെ ശിരച്ഛേദം ചെയ്തിട്ട് ആ ശിരസും കൊണ്ട് ഞാൻ വരും. അങ്ങനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് അച്യുതമിത്ര സുത അൻവദ്രവ ദംശിത ഉഗ്രധന്വ, തന്റെ ഗാണ്ഡീവം എന്ന് പറയുന്ന പേര് കേട്ട ആ ഒരു ഉഗ്രമായ ആയുധവും എടുത്തുകൊണ്ട് കവചവും എല്ലാം ധരിച്ചുകൊണ്ട് എവിടെ പോകുന്നു? കപിധ്വജൻ ഗുരുപുത്രം രഥേന, രഥത്തിലേറി തന്റെ ഗുരുപുത്രനെ പിന്തുടരാൻ പുറപ്പെട്ടു. അപ്പൊ ഇപ്പോഴും ആര് തന്നെയാണ്? പാർത്ഥസാരഥി തന്നെയാണ് ഭഗവാൻ, അല്ലെ? മിത്രവും തേരാളിയുമായ അപ്രമാദഗതിയായ ശ്രീകൃഷ്ണ ഭഗവാനാൽ നയിക്കപ്പെടുന്ന അർജുനൻ അപ്രകാരമുള്ള പ്രസ്താവനകളാൽ പ്രിയപ്പെട്ടവളെ സാന്ത്വനപ്പെടുത്തി അനന്തരം പടച്ചട്ടയണിഞ്ഞ് ഉഗ്രങ്ങളായിട്ടുള്ള ആയുധങ്ങളും ഏന്തി തേരിലേറി അദ്ദേഹത്തിന്റെ ആയോധനാചാര്യ സുതനായ അശ്വത്ഥാമാവിനെ പിന്തുടരാൻ പുറപ്പെട്ടു. എന്നിട്ട് എന്ത് സംഭവിച്ചു? 18ാമത്തെ ശ്ലോകം കൂടി നമുക്കൊന്ന് വായിക്കാം. താം ആപതന്തം സവിലക്ഷ്യ ദൂരാത് കുമാരഹോദ്വിഗ്നമനാരഥേന പരാദ്രവത് പ്രാണപരീഷുർ പൂർവ്യാം യാവത് ഗമം രുദ്രഭയാദ്യദാഖാ. എന്താണ്? തം ആപതന്തം സവിലക്ഷ്യ ദൂരാത് കുമാരഹോദ്വിഗ്നമനാരഥേന പരാദ്രവത് പ്രാണപരീപ്സുരൂർവ്യാം യാവത് ഗമം രുദ്രഭയാദ്യദാഖാ. എന്താണ്? കാ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ഒരിക്കൽ ഇവിടെ ഒരു വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു എന്താണ് കാര്യം ഭാവാർത്ഥത്തിൽ എഴുതുന്നുണ്ട്. എങ്ങനെയാണ് ബ്രഹ്മദേവൻ ലോർഡ് ശിവ അല്ലെങ്കിൽ ബ്രഹ്മദേവനോ അല്ലെങ്കിൽ ആർക്കനോ ആണെന്ന് ഇതിനകത്ത് പറയാം. പക്ഷെ ഇവിടെ പുരാണങ്ങളിൽ 2 നിർദ്ദേശങ്ങളുണ്ട്. ക എന്നാൽ ബ്രഹ്മാവ്. ഒരിക്കൽ തന്റെ പുത്രിയിൽ വ്യാമോഹിതനായ ബ്രഹ്മാവ് അവളെ അനുഗമിക്കുകയുണ്ടായി. ഇത് ദർശിച്ച് രോഷാകുലനായിട്ടുള്ള ശിവൻ തന്റെ ത്രിശൂലത്താൽ ബ്രഹ്മദേവനെ ആക്രമിക്കാൻ പോയി. ഭയചകിതനായ ബ്രഹ്മദേവൻ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു. ഇനി അർക്ക എന്ന് പറഞ്ഞാൽ ആരാണ്? സൂര്യൻ. അതുകൊണ്ട് വാമന പുരാണത്തില് സ്വർണപ്രഭ ചൊരിയുന്ന വിമാനത്താൽ സമ്മാനിതനായ വിദ്യുന്മാലി എന്നു പേരായിട്ടുള്ള അസുരൻ സൂര്യദേവന് പിറകെ സഞ്ചരിച്ചപ്പോൾ ആ വിമാനത്തിന്റെ കനകപ്രഭയാൽ നിശാവേള അപ്രത്യക്ഷമായി. ആകയാൽ സൂര്യദേവൻ രോഷാകുലനായി തീരുകയും അദ്ദേഹത്തിന്റെ അത്യുഗ്ര രശ്മിയാൽ വിമാനത്തെ ഉരുക്കിക്കളയുകയും ചെയ്തു. ഈ സംഭവം ശിവഭഗവാനെ കോപാക്രാന്തനാക്കി തീർത്തു. സൂര്യഭഗവാനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? തന്റെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഇവിടെ ക അല്ലെങ്കിൽ അർക്ക എന്നുള്ള 2 വാക്കുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. 18ാമത്തെ ശ്ലോകത്തിലേക്ക് തിരിച്ചു പോകാം നമുക്ക്. തം ആപതന്തം. നോക്കൂ, അദ്ദേഹം വരുന്നു. ആര് വരുന്നു? അർജുനൻ വരുന്നു. ആപതന്തം, വളരെ ക്രൂരമായിട്ട് രോഷത്തോടു കൂടിയാണ് അദ്ദേഹം വരുന്നത്. സ വിലക്ഷ്യ ദൂരാത്, ദൂരത്ത് നിന്നേ കണ്ടു. ആര്? അശ്വത്ഥാമാവ്. കുമാരഹ, ആരാണ് അശ്വത്ഥാമാവ്? കുമാരഹ, കുമാരന്മാരെ ഹനിച്ചവൻ. ഉദ്വിഗ്ന മനഃ, അദ്ദേഹത്തിന് പേടിയായി. ഉദ്വിഗ്ന മനഃ, പേടിയായി, മനസ്സിൽ പേടിയായി. രഥേന പരാദ്രവത്, രഥത്തിലേറി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. പരിപ്സുഹു, എന്തിനു വേണ്ടിയിട്ട്? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഊർവ്യാം, ലോകത്ത് എമ്പാടും അദ്ദേഹം രഥം ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എങ്ങനെയാണ് അദ്ദേഹം ഈ പ്രകാരം പോയത് എന്നാണ് ഉദാഹരണ സഹിതം പറയുന്നത്. എപ്പോഴാണോ ബ്രഹ്മദേവൻ രുദ്രനെ ഭയന്നു പോയത്, അല്ലെങ്കിൽ സൂര്യൻ രുദ്രനെ ഭയന്നു പോയത്, ഇതേപോലെ വളരെ അക്രമകാരിയായി വരുന്ന ലോർഡ് ശിവനെ ഭയന്ന് ഇവർ രണ്ടുപേരും
ഓടി ഒളിക്കുന്ന ആ ഒരു 2 എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയാണ്, അപ്രകാരമാണ് ദ്രൗണി ആരെ പേടിച്ച്, അർജുനനെ പേടിച്ച് എന്ത് ചെയ്യാൻ പോകുന്നത്, പലായനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അർജുനൻ ഇനി എന്ത് ചെയ്യും, അർജുനൻ അദ്ദേഹത്തിനെ പിന്തുടർന്ന് പിടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഈ ക്ലാസ്സിൽ എന്താണ് നമ്മൾ കേട്ടത്? കുരുക്ഷേത്ര യുദ്ധം തീർന്നതിന് ശേഷം അവിടെ നടന്ന സംഭവം. അപ്പോ എന്ത് സംഭവിച്ചു? ദ്രൗപദിയുടെ 5 പുത്രന്മാരെ ദ്രൗണി ദുര്യോധനന്റെ പ്രീതിക്കായിട്ടാണ് എന്ത് ചെയ്തത്, കൊല ചെയ്തത്. പക്ഷേ ദുര്യോധനന് പോലും അത് ജുഗുപ്സ കർമ്മമായിട്ട് തോന്നി. അത്രയധികം നീചമായിട്ടുള്ള കർമ്മമാണ് എന്ത് ചെയ്യുന്നത്, ഉറങ്ങിക്കിടക്കുന്ന കുമാരന്മാരെ കൊല്ലുന്നത്. അപ്പോ അത് വെച്ചിട്ട് എന്ത് ചെയ്തു, അത് അറിഞ്ഞ് കൃഷ്ണ, അതായത് ദ്രൗപദി വന്നിട്ട് കരച്ചിലായിരുന്നു. പക്ഷെ ആ വിലപിക്കുന്ന ദ്രൗപദിയോട് അർജുനൻ പറഞ്ഞു, ഇതിന് ഞാൻ എന്ത് ചെയ്യും, ആ ബ്രഹ്മബന്ധുവിനെ ശിക്ഷിക്കും. അങ്ങനെ രഥവും എടുത്ത് എന്ത് ചെയ്യുകയാണ്, പാർത്ഥസാരഥിയോടൊപ്പം പാർത്ഥൻ ഈ ബ്രഹ്മബന്ധുവിന്റെ പിന്നാലെ പായുകയാണ്. നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും വളരെയധികം നന്ദി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം?